നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കണിച്ചാർ കുണ്ടേരിയിൽ ഗൃഹനാഥൻ കിണറ്റിൽ വീണു മരിച്ചു. പാലപ്പറമ്പിൽ സുനിലാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. സാധാരണഗതിയിൽ അത്ര വേഗം കൂട്ടുകാരാകുന്നവരല്ല നായയും കുരങ്ങും. അപൂർവമായി ഇവർ സുഹൃത്തുക്കളായാൽ ഉണ്ടാകുന്ന ഹൃദ്യവും രസകരവുമായ കാഴ്ച. ഇങ്ങനെയൊരു സൗഹൃദത്തിന്റെ കഥയാണ് കണ്ണൂരിലെ ഇടുമ്പ ഗ്രാമത്തിന് പറയാനുള്ളത്. പാലക്കാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. ഇന്നു പുലർച്ചെ മുതൽ 2 മണിക്കൂർ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതായി MLA പറഞ്ഞു. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് G സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് CPIM. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടത്തിൽ കൊയിലാണ്ടിയിലെ പ്രമുഖ വ്യാപാരി MK കുമാരൻ മരിച്ചു. 75 വയസ്സായിരുന്നു. പാചകവാതക വില കൂട്ടി കേന്ദ്രം. ഗാർഹിക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 60 രൂപ. ആറന്മുള യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിക്കെതിരെ പോസ്റ്റർ പതിച്ചതിൽ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നഴ്സുമാരുടെ സമരത്തിന് വിജയം. അടിസ്ഥാന ശമ്പളം 28,000 രൂപയാക്കാൻ തീരുമാനം. ഉത്തരവിറക്കി തൊഴിൽ വകുപ്പ്. ജാസ്മിയയുടെ അപകട മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ സിറിയാക്കിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാകും ഹാജരാക്കുക. മരിച്ചുവെന്ന് വിധിയെഴുതി, പക്ഷേ വിരലുകൾ ചലിച്ചു. അന്നു തുടങ്ങിയ പോരാട്ടം എത്തിച്ചത് സിവിൽ സർവീസ് നെറുകയിൽ. കോയമ്പത്തൂരിൽ മലയാളി വയോധികയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപകന്റെ മകൾ കസ്തൂരിക്കുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 82 വയസ്സായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ മുദ്രാവാക്യവുമായി BJP. മതിയായി ഈ MLA മാറ്റം തുടങ്ങാം എന്നതാണ് പുതിയ പ്രചരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് NDA സ്ഥാനാർത്ഥിയായി മേജർ രവി എത്തുമെന്ന് സൂചന. ആ പാലത്തിന്റെ ആർച്ചുകളിലെ നിറങ്ങൾ പോലെ ഇനി പെരുമ്പള്ളത്തുകാരുടെ ജീവിതത്തിലും മഴവില്ലഴക് വിരിയട്ടെ. ആശംസകളുമായി മമ്മൂട്ടി. സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളിൽ ആരും കൊതിക്കുന്ന ഒരു നേട്ടമാണ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിനിയായ ശ്രീജ JS സ്വന്തമാക്കിയത്. ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിവിൽ സർവീസ് എന്ന് ശ്രീജ പറഞ്ഞു. അടുക്കളയിലെ അധ്വാനത്തിന് അർഹമായ ആദരവും പങ്കാളിത്തവും നൽകുന്നതാവണം യഥാർത്ഥ ലിംഗസമത്വം. പെൺകൂട്ടം 2026 നാളെ കണ്ണൂരിൽ. എരുമല്ലൂരിനടുത്ത് വൻ അപകടം. KSRTC ബസ് ലോറിയിലിടിച്ചു. 40ഓളം പേർക്ക് പരിക്ക്. വയറ്റിൽ നിന്നും പുഴുവും വെള്ളവും വന്നു. ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ കഴിയാത്ത 3 മാസം. ചികിത്സാ പിഴവിന് ഇരയായ ഷീബ. സംഭവം തിരുവനന്തപുരത്ത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ സോഷ്യൽ ക്യാപിറ്റൽ. വയനാട് ടൗൺഷിപ്പിൽ മമ്മൂട്ടിയുടെ സർപ്രൈസ് വിസിറ്റ്. മലപ്പുറത്ത് മുത്തച്ഛൻ ഓടിച്ച പിക്കപ്പ് വാഹനത്തിനടിയിൽ കുടുങ്ങി 3 വയസ്സുകാരന് ദാരുണാന്ത്യം. ഊർങ്ങാട്ടിരി സ്വദേശി മുഹമ്മദ് ഹനാനാണ് മരിച്ചത്. കുറ്റം പാവപ്പെട്ട ജീവനക്കാരുടെ മേൽ കെട്ടിവയ്ക്കുന്നു. മേയറുടേത് ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട കസേര. AA റഹീം. താമരശ്ശേരി അടിവാരത്ത് യുവാവിന് വെട്ടേറ്റു. അടിവാരം പാറക്കടവ് ഫസൽ മുഹമ്മദിനാണ് വെട്ടേറ്റത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ആക്രമണത്തിൽ ഫസലിന്റെ വയറിനും മുതുകിലും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗ് നിയന്ത്രണം. ലോക്കിൻ പീരീഡുമായി HPയും IOCയും 21 ദിവസം നിയന്ത്രണം. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി മത്സ്യത്തൊഴിലാളി മരിച്ചു. അമ്പലപ്പുഴ സ്വദേശി രഞ്ജനാണ് മരിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. പ്രവാസി മലയാളി കുവൈറ്റിൽ നിര്യാതനായി. ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി പള്ളിമൂട്ടിൽ തോമസ് ജോർജാണ് നിര്യാതനായത്. 57 വയസ്സായിരുന്നു. ഇരിട്ടി നേരമ്പോക്ക് നരിക്കുണ്ടം റോഡിലെ കളത്തിൽ ലക്ഷ്മിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ചാവശ്ശേരി പറമ്പ് ശ്മശാനത്തിൽ. കണിച്ചാറു മാങ്ങാട്ടുപറമ്പിൽ സുകുമാരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 230 രൂപ കൂടി 15,000 രൂപയും പവന് 1,840 രൂപ കൂടി 1,20,000 രൂപയുമായി. വെള്ളിക്ക് 285 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 210, ലോട്ട് 195, ഒട്ടുപാൽ 130, കുരുമുളക് 660, അടയ്ക്ക 390,
കശുവണ്ടി 158, തേങ്ങ 47, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 120. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.